+1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാമത്തെ ചാപ്റ്റർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ 8ാമത്തെ ചാപ്റ്റർ ആയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫോക്കസ് പോയിന്റ് നിലനിർത്തിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതിനുശേഷം ചില കീ ടേമുകൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ അല്ലെങ്കിൽ ടേമുകൾ, അതിനെപ്പറ്റി നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഡിവൈസുകൾ, പ്രത്യേക തരം ഡിവൈസുകൾ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ വിവിധ തരത്തിലുള്ള നെറ്റ്വർക്കുകളെ പറ്റി കാണും. പല ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ദ ജോഗ്രഫിക്കൽ ഏരിയ ദാറ്റ് ഇസ് കവേർഡ് ബൈ ദ നെറ്റ്വർക്ക്. അതായത് നെറ്റ്വർക്കിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. പിന്നെ നമ്മൾ നെറ്റ്വർക്കിന്റെ ടോപ്പോളജി, അതായത് നോഡുകളൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ്ലി ഈ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്രസ്സിംഗ് മെക്കാനിസം. ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്. ഫോക്കസ് ഏരിയയിൽ ഇത്രയും ഭാഗങ്ങളാണുള്ളത്. നമുക്ക് സമയം കളയാതെ തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇപ്പൊ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 or more കമ്പ്യൂട്ടേഴ്സ് ഇന്റർകണക്റ്റഡ് ടുഗദർ. കമ്പ്യൂട്ടർ തന്നെ വേണമെന്നില്ല, 2 or more കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്. അതിൽ കമ്പ്യൂട്ടറുകൾ വരാം, മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസുകൾ വരാം, പ്രിന്ററുകൾ വരാം, CD ഡ്രൈവുകൾ വരാം. ഇതിങ്ങനെയുള്ള ഡിവൈസുകൾ ഇന്റർകണക്ട് ചെയ്യുക through a communication medium for the exchange of information. That's what network is. So a group of computing devices interconnected together using a communication medium for exchanging information is called a computer network. Now, what is the need of computer network? എന്തിനാണ് computer network ചെയ്യുന്നത്? What are the advantages of computer network? There are 5 points that you should remember while thinking of the advantages of computer network. അതിൽ ഒന്ന് റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയും. We have lot of resources like printers, CD drives, that means hardware resources, as well as softwares will be there, information files will be there. ഇതെല്ലാം ഏതെങ്കിലും കമ്പ്യൂട്ടറുകളിൽ സ്റ്റോർ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഹാർഡ്വെയർസ് ആണെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തേക്കുന്നത് നെറ്റ്വർക്കിലുള്ള മറ്റ് കമ്പ്യൂട്ടറുകളിലും ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇഫ് യു ഹാവ് എ പ്രിന്റർ ഇൻ എ കമ്പ്യൂട്ടർ ലാബ്, ഓരോ കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ടും ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തേക്കുന്ന പ്രിന്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഷെയറിംഗ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. എനി റിസോഴ്സ് ഇറ്റ് ക്യാൻ ബി, പ്രിന്റർ മാത്രമല്ല. ഈ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യു ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ബൈ ഷെയറിംഗ് ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. വി ഓൾറെഡി ടോൾഡ് നോ, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് പെർഫോമൻസ് കുറയാതെ തന്നെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. And that's what a better price performance ratio. If you take the price and performance ratio, that will be better for a computer network than large mainframe systems. ഇനി മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ്. വി ആർ ഓൾ എക്സ്പീരിയൻസിങ് ഇറ്റ്. നമുക്ക് ഇന്റർനെറ്റിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ള ആൾക്കാരാണ്. ഇമെയിൽ വഴി അല്ലെങ്കിൽ മറ്റ് കോൺഫറൻസിങ് സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കോൺഫറൻസിങ്, ഓഡിയോ കോൺഫറൻസിങ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്. സോ ഇറ്റ്സ് എ പവർഫുൾ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. 4, റിലയബിലിറ്റി. നിങ്ങളുടെ ഇൻഫർമേഷനുകൾ നഷ്ടപ്പെട്ടു പോകാതെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യാണ്. നെറ്റ്വർക്കിൽ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ യു ക്യാൻ സ്റ്റോർ ഇറ്റ് ഓൺ ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ്, മെനി സിസ്റ്റംസ്. യു ക്യാൻ റിപ്ലിക്കേറ്റ് ദ ഡാറ്റ ഓൺ മെനി സിസ്റ്റംസ് ആൻഡ് പ്രിവെന്റ് അഗെയിൻസ്റ്റ് ഡാറ്റ ലോസ്. അതാണ് റിലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ്ലി സ്കെയിലബിലിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ്. സ്കെയിലബിലിറ്റി മീൻസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ പെർഫോമൻസ് ആസ് ആൻഡ് വെൻ യു റിക്വയർ. നമുക്ക് ആവശ്യത്തിന് പെർഫോമൻസ് കൂട്ടാം ബൈ ആഡിങ് മോർ സിസ്റ്റംസ്. ഇനി അത്രയും പെർഫോമൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ യു ക്യാൻ റെഡ്യൂസ് ദ പെർഫോമൻസ് ബൈ റിമൂവിങ് കമ്പ്യൂട്ടേഴ്സ് ഫ്രം ദ നെറ്റ്വർക്ക്. അപ്പൊ ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജസ് ലിസ്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പുട്ട് ഇറ്റ് ഡൗൺ ഓൾ ദീസ് പോയിന്റ്സ് വൺ ബൈ വൺ. അടുത്തത് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ചില കീ ടേംസുകളെ പറ്റിയാണ്. ഒന്ന് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയും. ബാൻഡ്വിഡ്ത്ത് ഈസ്
simply the channel capacity. Bandwidth measures the amount of data that can be transmitted over a network in a given amount of time. In channel capacity എന്ന് വേണമെങ്കിൽ പറയാം. It is a difference between the highest frequency and the lowest frequency supported by the channel. അതാണ് bandwidth എന്ന് പറയുന്നത്. The higher the bandwidth, the better the network will be. രണ്ട് noise എന്ന് പറയും. Noise is unwanted signals that reduce the quality of data signals. നമ്മൾക്ക് ചിലപ്പോഴൊക്കെ ഫോണിന് സംഭാഷണത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഇത്. മറ്റ് സിഗ്നലുകൾ നമ്മുടെ കോൺവെർസേഷനിൽ കയറുകയും നമ്മുടെ കോൺവെർസേഷൻ ക്ലാരിറ്റി കുറയുകയൊക്കെ ചെയ്യുന്ന ഒരു ഫിനോമിനൻ. അതിനാണ് നോയ്സ് എന്ന് പറയുന്നത്. അൺവാണ്ടഡ് സിഗ്നൽസ് ദാറ്റ് റെഡ്യൂസ് ദ ക്വാളിറ്റി ഓഫ് ഡാറ്റ സിഗ്നൽസ്. ആൻഡ് ദ തേർഡ് ടേം ഈസ് നോഡ്. നോഡ് റെഫേഴ്സ് ടു എനി ഡിവൈസ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഏത് ഡിവൈസിനെയും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് നോഡ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളെ പറ്റി കാണാൻ പോവുകയാണ്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഡിവൈസുകളാണ്. നെറ്റ്വർക്കിന്റെ പല പോയിന്റുകളിൽ, പല ലൊക്കേഷനുകളിൽ ഇങ്ങനെയുള്ള ഡിവൈസുകൾ കാണാൻ പറ്റും. ദർ ആർ ലോട്ട്സ് ഓഫ് ഡിവൈസസ്. അതിൽ ചില ഡിവൈസുകളെ പറ്റി മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് സ്വിച്ച് എന്ന് പറയും. Switch is an intelligent device that connects several computers to form a network. സ്വിച്ചിൽ കുറേ പോർട്ടുകൾ ഉണ്ടാവും. നമ്മളൊരു കേബിൾ എടുത്തിട്ട് കമ്പ്യൂട്ടറും ഈ പോർട്ടും തമ്മിൽ കണക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫോം ചെയ്തു. സോ ദിസ് ഇസ് എ സെൻട്രൽ കണക്ഷൻ പോയിന്റ്. ഇന്റലിജന്റ് ഡിവൈസ് ആണ്. അതിന് ചില ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. വെൻ ഇറ്റ് റിസീവ്സ് ഡാറ്റ, ഇറ്റ് ക്യാൻ സെലക്ട് ദ ഔട്ട്പുട്ട് ലൈൻ ടു വിച്ച് ദ ഡാറ്റ ഷുഡ് ബി ട്രാൻസ്മിറ്റഡ്. അതുകൊണ്ടാണ് അതിനെ ഇന്റലിജന്റ് എന്നൊക്കെ പറയുന്നത്. ദ സെക്കൻഡ് ഡിവൈസ് ഇസ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് ഇസ് എ ഡിവൈസ് ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ സെഗ്മെന്റൈസിംഗ് ലാർജ് നെറ്റ്വർക്ക്. ഒരു വലിയ നെറ്റ്വർക്കിനെ ചെറുതാക്കി സെഗ്മെന്റുകളാക്കി മാറ്റി അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ വെൻ ഡാറ്റ പാക്കറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ് ആൻഡ് ഇറ്റ് ഇസ് റിസീവ്ഡ് ബൈ ദ ബ്രിഡ്ജ് വിൽ ഡിറ്റർമിൻ വെദർ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് ടു ദ അതർ സൈഡ് ഓഫ് ദ നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിന്റെ മറ്റു സൈഡിലേക്ക്, നമ്മൾ ബ്രിഡ്ജിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകാൻ വേണ്ടിയാണ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്, പാലം ഉപയോഗിക്കുന്നത്. അപ്പൊ അതേ ഒരു മീനിങ് ആണ്. നെറ്റ്വർക്കിന്റെ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന ഡാറ്റ മറ്റൊരു നെറ്റ്വർക്കിലേക്ക്, മറ്റൊരു സെഗ്മെന്റിലേക്ക് പാസ് ചെയ്യണോ വേണ്ടയോ എന്ന് ഈ ബ്രിഡ്ജ് തീരുമാനിക്കും. സോ ഇറ്റ് ഇസ്, നമുക്ക് രണ്ട് സെഗ്മെന്റുകൾ കണക്ട് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. ബെറ്റർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെഗ്മെന്റൈസിംഗ് നെറ്റ്വർക്ക്. ഒരു വലിയ നെറ്റ്വർക്കിനെ ചെറിയ ചെറിയ സെഗ്മെന്റുകളാക്കി മാറ്റാൻ വേണ്ടി, എന്നിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജ്. അടുത്ത ഡിവൈസ് റൂട്ടർ എന്ന് പറയുന്നത്. റൂട്ടർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ഇന്റർകണക്ടിംഗ് two networks of the same type. That means two networks using the same type of protocol. രണ്ട് നെറ്റ്വർക്കുകൾ ഒരേ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് റൂട്ടർ. അപ്പൊ ഈ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോകോൾ ഇസ് എ സെറ്റ് ഓഫ് കൺവെൻഷൻസ് ആൻഡ് റൂൾസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ. രണ്ട് കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സർട്ടൻ പ്രോട്ടോകോൾസ്. ഇപ്പൊ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലും ഇങ്ങനെയുള്ള റൂളുകളുണ്ട്. അതിന് പറയുന്ന പേരാണ് പ്രോട്ടോകോൾ. അപ്പൊ ഒരേ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടി റൂട്ടർ യൂസ് ചെയ്യുന്നു. മറ്റൊരു ഡിവൈസ് ആണ് ഗേറ്റ് വേ എന്ന് പറയും. ഗേറ്റ് വേ ഈസ് ഡൂയിങ് ദ സെയിം ഫംഗ്ഷൻ ഓഫ് റൂട്ടർ ബട്ട് ഇറ്റ് ഹാസ് an additional function. ഇവിടെ ഗേറ്റ് വേ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇന്റർ കണക്ടിംഗ് ടു നെറ്റ്വർക്ക്സ് വിച്ച് യൂസസ് ഡിഫറെന്റ് പ്രോട്ടോകോൾസ്. വ്യത്യസ്തമായിട്ടുള്ള പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന രണ്ട് നെറ്റ്വർക്കുകളെ ഇന്റർകണക്ട് ചെയ്യാൻ ഗേറ്റ് വേ യൂസ് ചെയ്യാം. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള പ്രോട്ടോകോൾ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ ഗേറ്റ് വേ ഹാസ് ടു കൺവേർട്ട് വൺ പ്രോട്ടോകോൾ ടു അനദർ പ്രോട്ടോകോൾ. സോ ഗേറ്റ് വേ ആക്ട്സ് ആസ് എ പ്രോട്ടോകോൾ ട്രാൻസ്ലേറ്റർ. അപ്പൊ അതാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് വൺ മോർ ഡിവൈസ് ദാറ്റ് വി ഷുഡ് ലേൺ അബൌട്ട് ഇസ് മോഡം. മോഡം ആക്ച്വലി സ്റ്റാൻഡ്സ് ഫോർ മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ. ആൻഡ് what it does is കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ടെലിഫോൺ ലൈനുകളൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ടെലിഫോൺ ലൈനുകളിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റണം. സോ മോഡം കൺവേർട്സ് ഡിജിറ്റൽ സിഗ്നൽസ് ടു അനലോഗ് സിഗ്നൽസ്. റിസീവിംഗ് എൻഡിൽ ദിസ് അനലോഗ് സിഗ്നൽ ഹാസ് ടു ബി കൺവേർട്ടഡ് ബാക്ക് ടു ഡിജിറ്റൽ സിഗ്നൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ദിസ് സെയിം ഡിവൈസ് ഇസ് യൂസ്ഡ്. ഈ പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ. സോ modem is a device that converts digital signals received from the computer to
analog signals that can be transmitted over the telephone lines, and at the receiving end it converts the analog signal received from the telephone lines and converts it to the digital signals that can be processed by the computer. Okay, that's the responsibility of modem. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ modem is used for converting digital to analog and then from analog to digital. Next is a type of networks. Now this classification is based on the size of the network, the area covered by the network. ഇങ്ങനെ നാലായിട്ട് നമുക്ക് നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് പാൻ എന്ന് പറയും, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. നമ്മുടെ വീട്ടിലെ കുറച്ച് ഡിവൈസുകൾ, ടേക്ക് ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, മോഡം, ഇതെല്ലാം കൂടി നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ മേ ബി യൂസിങ് വൈഫൈ ഓർ വയേർഡ് കേബിൾസ്, ഇറ്റ് ഈസ് ഇൻ ദ പ്രോക്സിമിറ്റി ഓഫ് എ റൂം. ഒരു റൂമിൽ ഒതുങ്ങുന്ന അത്രയും ചെറിയ ഒരു നെറ്റ്വർക്കാണ്. ദിസ് നെറ്റ്വർക്ക് ഈസ് കോൾഡ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, PAN. So it can cover an area of radius of a few meters. Now second one is LAN, local area network. കുറച്ചും കൂടി ബിഗർ നെറ്റ്വർക്ക് ആണ്. Think about a network of your computer lab or a network connecting the different departments of an office, an organization. This is local area network which covers a building or two. ഒന്നോ രണ്ടോ ബിൽഡിങ്ങുകൾ കവർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക്, അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നെറ്റ്വർക്ക് ഇൻസൈഡ് ദ സ്കൂൾ ക്യാമ്പസ്, ഓരോ ഓർഗനൈസേഷനിലെ പ്രൈവറ്റ് നെറ്റ്വർക്ക്, അതെല്ലാം ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളാണ്. അടുത്തത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, MAN എന്ന് പറയും, which covers an entire city, around a few kilometers to a few hundred kilometers. അത്രയും ഏരിയ കവർ ചെയ്യുന്ന നെറ്റ്വർക്കുകളാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു കേബിൾ TV നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക്, WAN എന്ന് പറയും. ഇറ്റ് കവേഴ്സ് കൺട്രീസ് ആൻഡ് കോണ്ടിനെന്റ്സ്, രാജ്യങ്ങളും അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങളെയൊക്കെ കവർ ചെയ്യുന്ന അത്രയും ലാർജ് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾക്ക് പറയുന്ന പേരാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇന്റർനെറ്റ് ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഈ ATM നെറ്റ്വർക്കുകൾ, ഇതൊക്കെ നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് ഓൺഡ് ബൈ മെനി ഓർഗനൈസേഷൻസ്. പല ഓർഗനൈസേഷൻസ് ടുഗെദർ ഓൺസ് ദിസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കുറേ നെറ്റ്വർക്കുകളുടെ കൂട്ടമായിരിക്കും. വേറെ PAN, LAN ആൻഡ് MAN may be owned by single organization or single ownership ആയിരിക്കും. Next we have to discuss about network topologies. Topology refers to the way in which the nodes are physically interconnected in a network. നെറ്റ്വർക്കിൽ ഇന്റർകണക്ട് ചെയ്തിരിക്കുന്ന നോഡ്സിന്റെ ഒരു അറേഞ്ച്മെന്റ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ടോപ്പോളജി. We have 4 different topologies that we commonly use. ഒന്ന് ബസ് ടോപ്പോളജി എന്ന് പറയും. In bus topology, the nodes are connected to a single cable. That cable is known as bus. അതിലേക്കാണ് different nodes കണക്ട് ചെയ്തിരിക്കുന്നത്. And at the end of the cable, at both end, there is a special device called a terminator, which will receive the data packets and remove from the cable. So that is a bus topology. Next one is the star topology, wherein the nodes are connected to a central device, which can be either switch or hub. എല്ലാ നോഡുകളും സെപ്പറേറ്റ് കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻട്രൽ ഡിവൈസിലേക്ക്, ഒരു സെൻട്രൽ സെർവറിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. ആൻഡ് ഓൾ കമ്മ്യൂണിക്കേഷൻസ് പ്രൊസീഡ്സ് ത്രൂ ദിസ് സെർവർ. അതുകൊണ്ട് തന്നെ ഈ സെർവറിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ നെറ്റ്വർക്ക് വിൽ ഫെയിൽ. ഏതെങ്കിലും ഒരു നോഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നെറ്റ്വർക്ക് ക്യാൻ കണ്ടിന്യൂ. അതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. മൂന്നാമത്തത് റിംഗ് ടോപ്പോളജി എന്ന് പറയും. In ring topology, the nodes are connected in the form of a circle without the start or end. അവിടെ സ്റ്റാർട്ട് ഇല്ല, എൻഡ് ഇല്ല, ഒരു ക്ലോസ്ഡ് ലൂപ്പിലാണ് നോഡുകളെല്ലാം കണക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ദ ഡാറ്റ വിൽ ബി ട്രാൻസ്മിറ്റഡ് ഇൻ വൺ ഡയറക്ഷൻ. ഒരേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലായിരിക്കും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് വിൽ ബി റിസീവ്ഡ് ബൈ ഈച്ച് നോഡ് ആൻഡ് റീട്രാൻസ്മിറ്റഡ് ഓവർ ദ കേബിൾ. ഏതെങ്കിലും ഒരു നോഡിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിങ്ങിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, ദിസ് നെറ്റ്വർക്ക് വിൽ ഫെയിൽ.
പുതിയ സ്റ്റേഷൻസ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ ക്വൈറ്റ് ഡിഫിക്കൽട്ട് ആണ് ഈ ഒരു ടോപ്പോളജിയിൽ. നാലാമത്തത് മെഷ് ടോപ്പോളജി എന്ന് പറയും, ഇൻ വിച്ച് ഈച്ച് നോഡ് ഇസ് കണക്റ്റഡ് ടു എവ്രി അതർ നോഡ്. ഓരോ നോഡും മറ്റ് എല്ലാ നോഡുകളുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാത്തിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഡാറ്റ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ആൻ ഓൾട്ടർനേറ്റ് പാത്ത്. ദർ വിൽ ബി ആൻ ഓൾട്ടർനേറ്റ് പാത്ത് ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ. സോ നമ്മൾ 4 ടോപ്പോളജീസ് ആണ് പഠിച്ചത്. ഒന്ന് ബസ് ടോപ്പോളജി, 2 സ്റ്റാർ ടോപ്പോളജി, 3 റിംഗ് ടോപ്പോളജി ആൻഡ് ലാസ്റ്റ് വൺ മെഷ് ടോപ്പോളജി. എല്ലാ ടോപ്പോളജിയുടെയും പേരോർത്ത് വെക്കുക. യു ഷുഡ് ഓൾസോ റിമെമ്പർ ദ ഡയഗ്രാം. ഒരു പിക്ചർ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് അബൌട്ട് ഇറ്റ്. ആ പിക്ചർ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരച്ചു വെക്കുക. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ ഈസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓവർ എ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? നമുക്കറിയാം, നമ്മളൊരു ആൾക്കൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യുവാണെങ്കിൽ യു റൈറ്റ് ദ കംപ്ലീറ്റ് അഡ്രസ് ഓഫ് ദ റെസിപ്പിയന്റ് ഓൺ ദ എൻവലപ്പ്. നമ്മൾ കവറിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്രസ് എഴുതും വിത്ത് ഈവൻ പിൻകോഡ് അടക്കം. ആൻഡ് ഇത് പല പോസ്റ്റൽ ഗേറ്റ് വേസ് വഴി ട്രാവൽ ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തുകയാണ് ചെയ്യാം. ആ റെസിപ്പിയന്റിന് അഡ്രസ് അതിലുള്ളത് കൊണ്ടാണ് റെസിപ്പിയന്റിന് ഡെലിവറി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും അല്ലെങ്കിൽ എല്ലാ നോഡുകളെയും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ചില അഡ്രസ്സിംഗ് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട്. 2 അഡ്രസ്സിംഗ് മെക്കാനിസത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് മീഡിയം ആക്സസ് കൺട്രോൾ അഡ്രസ്, മാക് അഡ്രസ് എന്ന് പറയും. നമ്മുടെ ഹാർഡ്വെയർ അഡ്രസ് എന്നാണ് അതിന്റെ മറ്റൊരു പേര്. എല്ലാ കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ എല്ലാ നോഡിലും നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ there should be a device which is known as the NIC, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് വേണം. അപ്പൊ അതിലേക്കാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണത്. ഈ ഡിവൈസിന് ഒരു അഡ്രസ് വേണം. അതിനാണ് ഹാർഡ്വെയർ അഡ്രസ് അല്ലെങ്കിൽ മാക് അഡ്രസ് എന്ന് പറയുന്നത്. ദിസ് അഡ്രസ് ഈസ് യൂഷ്വലി 48 ബിറ്റ് ലോങ്. 48 ബിറ്റ് ഉള്ള നമ്മൾ അഡ്രസ് എന്ന് പറയുന്ന നമ്പർ ആണ്. ആ ഒരു നമ്പറിന് 48 ബിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി റിട്ടൺ ആസ് 12 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ്, 6 പെയേഴ്സ് ഓഫ് ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിന്റെ ഫോർമാറ്റിങ്ങിനാണ് MM ഫുൾ കോളൻ, MM ഫുൾ കോളൻ, MM ഫുൾ കോളൻ, SS SS SS, അല്ലെങ്കിൽ MM-MM-MM-SS-SS-SS. ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിലാണ് എഴുതുക. അതിൽ MM എന്ന് പറയുന്ന ഭാഗം, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ഐഡന്റിഫൈ ദ മാനുഫാക്ചറർ ഓഫ് ദ NIC കാർഡ്. NIC മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ ID ആയിരിക്കും, അഡ്രസ് ആയിരിക്കും ആദ്യത്തെ 3 പാർട്ട്. ബാക്കിയുള്ള 3 പാർട്ട് എന്ന് പറയുന്നത് ഓരോ മാനുഫാക്ചറേഴ്സും മാനുഫാക്ചർ ചെയ്യുന്ന NIC കാർഡിന്റെ യുണീക്ക് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. So MAC address is the address assigned to the NIC by the manufacturer to identify the NIC, and it is 48 bit long. 48 ബിറ്റ് ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി അഡ്രസ് എന്ന് പറയുന്നത് IP അഡ്രസ് എന്ന് പറയും, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. ഇത് സാധാരണ നമ്മൾ 4 ഡെസിമൽ നമ്പറുകളായിട്ടാണ് എഴുതുക. 192.168.1.1 അതൊരു IP അഡ്രസ് ആണ്. ആൻഡ് ദിസ് numbers should be between 0 and 255. 0-നും 255-നും ഇടയിലുള്ള ഡെസിമൽ നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഈ IP അഡ്രസ് എന്ന് പറയുന്നത് 32 ബിറ്റ് ലെങ്ത് ആണ്. ദ ലെങ്ത് ഓഫ് IP അഡ്രസ് ഇസ് 32 ബിറ്റ്. അത് IP വേർഷൻ 4 എന്ന് പറയുന്ന നമ്പറാണ്. 2 IP അഡ്രസ്, 2 കാറ്റഗറി IP അഡ്രസ്സുകളുണ്ട്. ഒന്ന് IPv4ഉം IP വേർഷൻ 6ഉം. IP വേർഷൻ 4 ആൻഡ് IP വേർഷൻ 6. IPv4ലാണ് 32 ബിറ്റ് അഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നത്. IP വേർഷൻ 6 ആണെങ്കിൽ 128 ബിറ്റ് ലോങ് ആയിട്ടുള്ള അഡ്രസ്സുകളാണ്. IP അഡ്രസ് ഇസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് എ ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റ്. 4 ഡെസിമൽ നമ്പേഴ്സ് സെപ്പറേറ്റഡ് ബൈ ഡോട്ട്സ്. ആ രീതിയിലാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. 148.78.250.12 അങ്ങനെയൊക്കെ IP അഡ്രസ്സുകൾ എഴുതാം. I already told you that it should be between 0 and 255. ഇപ്പൊ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നെറ്റ്വർക്കിന്റെ ചാപ്റ്റർ എന്നുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്റർനെറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. See you in the next class. Thank you for watching my class. Bye.